പുലിപ്പള്ളി കേസിൽ റാപ്പർ വേടന് ജാമ്യം അനുവദിച്ചു. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വേടൻ അറിയിച്ചു. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രേണുക, ഇപ്പൊ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കോടതി എന്തെങ്കിലും ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടാണോ ജാമ്യം നൽകിയിരിക്കുന്നത്? പുലിപ്പല്ല് കേസിലാണ് റാപ്പർ വേടന് ഇപ്പം ജാമ്യം നൽകിയിരിക്കുന്നത്. പെരുമ്പാവൂരിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കഞ്ചാവ് കൈവശം വെച്ച കേസിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും. പിന്നെ പുലിപ്പല്ല് കേസ് വിവാദമായതോടെയാണ് കൂടുതൽ തെളിവെടുപ്പും അതുപോലുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രേണുക, ഇപ്പോൾ കോടതി വേടന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഉപാധികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണോ ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്? കാർത്തു, നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വേടന് കോടതിയിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേടൻ ജാമ്യം ലഭിച്ചു എന്നൊരു കാര്യമാണ് നിലവിൽ വ്യക്തമാകുന്നത്. എന്തായാലും പെരുമ്പാവൂർ കോടതിയാണ് വേടന് ജാമ്യം നൽകിയത്. ഇതിൽ നിർണായകമായത് വനം വകുപ്പിന്റെ വാദത്തെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഒരു ജാമ്യം എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. വനം വകുപ്പിന് കൃത്യമായ രീതിയിൽ തൊണ്ടിമുതൽ ലഭിച്ചിട്ട് പോലും, അല്ലെങ്കിൽ തൊണ്ടിമുതലെന്ന് വനം വകുപ്പ് അവകാശപ്പെടുന്ന പുലിപ്പല്ലെന്ന് സംശയിക്കുന്ന വേടന്റെ കഴുത്തിലെ ലോക്കറ്റ് പുലിപ്പല്ലാണോ എന്നൊരു കാര്യത്തിൽ പോലും നിലവിൽ വനം വകുപ്പിന് ഒരു സ്ഥിരീകരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പുലിപ്പല്ല് വേടന് സമ്മാനിച്ച ഒരു ആരാധകരുണ്ട്. ശ്രീലങ്കൻ വംശജനായ ഒരു UK പൗരനായ രഞ്ജിത്ത് കുമ്പടി എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് പോലും പോലീസിന് അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പേര് മാത്രമാണ്, അല്ലെങ്കിൽ ഈ പുലിപ്പല്ല് എന്ന് സംശയിക്കുന്ന ഒരു ലോക്കറ്റ് മാത്രമാണ് നിലവിൽ ഈ കേസിലെ തൊണ്ടി മുതലായി വനം വകുപ്പിന്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ളത്. എന്നാലും ഈ വനം വകുപ്പിന് ഈ കേസ് തെളിയിക്കാൻ പൂർണ്ണമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പുലിപ്പല്ലാണോ എന്നൊരു ശാസ്ത്രീയ തെളിവുകളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ രഞ്ജിത്ത് കുമ്പടിയെ കൃത്യമായ രീതിയിൽ കണ്ടെത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ രീതിയിലാണ് ഇതായിരുന്നു വനം വകുപ്പിന്റെ കോടതിയിലുള്ള വാദം. പക്ഷേ ഈ വാദത്തെ എല്ലാം പൂർണ്ണമായും എതിർത്തുകൊണ്ട് തന്നെയായിരുന്നു വേടന്റെ എതിർവാദം എന്ന് പറയാൻ. വേടൻ കോടതിയിൽ ചോദിച്ചത്, ഒരു സാധാരണ മനുഷ്യന് പുലിയുടെ പല്ല് കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നൊരു ചോദ്യമായിരുന്നു കോടതിയോട് വേടൻ ചോദിച്ചത്. പുലിയുടെ പല്ല് ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും സാറേ എന്ന് തന്നെയായിരുന്നു വേടന്റെ ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, പുലിപ്പല്ലാണ് അറിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഈ ലോക്കറ്റ് വാങ്ങുമോ? ഞാൻ അപ്പോഴേ ഇത് സ്വീകരിക്കില്ലായിരുന്നു. തനിക്കൊരു ആരാധകൻ തന്നതാണ്. ഇത് പുലിപ്പല്ലാണെന്ന് തനിക്കറിയില്ല. ഇത് ഒറിജിനൽ പുലിയുടെ പല്ലാണെന്ന് തനിക്കറിയില്ല. ഒരു പക്ഷെ ഞാൻ വാങ്ങില്ലായിരുന്നു എന്ന് തന്നെയാണ് വേടന്റെയും ചോദ്യം. എന്തായാലും വനം വകുപ്പ് പറഞ്ഞത്, വേടൻ ഒരു പക്ഷേ ജാമ്യം അനുവദിച്ചാൽ വിദേശത്ത് പോകാൻ സാധ്യതയുണ്ട്, ഇന്ത്യ കടക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കാനും വേടൻ സാധ്യതയുണ്ടെന്നൊരു കാര്യത്തിലെല്ലാം ഈ വനം വകുപ്പ് വേടനെതിരെ ജാമ്യം നൽകരുത് വാദം വച്ചിരുന്നു. എന്നാൽ പക്ഷേ കോടതിയിൽ വേടൻ പറഞ്ഞത് താൻ പൂർണ്ണമായും ഈ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഈ സഹകരിക്കുന്നു എന്നൊരു വാക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വേടൻ അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ടെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വേടന്റെ വാദവും അത് തന്നെയാണ്. ഞാൻ സഹകരിക്കുന്നുണ്ട്, ഞാൻ വിദേശത്ത് പോയില്ല, ഒരുപക്ഷെ എന്റെ പാസ്പോർട്ട് പോലും ഞാൻ ഇവരിൽ ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണ്, ഞാൻ ഇവിടെ തന്നെ കാണും, ഞാൻ പുറത്തു പോകില്ല എന്നൊരു കാര്യമെല്ലാം വേടൻ വ്യക്തമായി പറയുന്നുണ്ട്. എന്തായാലും വേടന് ഈ രണ്ട് വാദവും കേട്ട കോടതി തന്നെയാണ്, പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തന്നെയാണ് വേടന് ജാമ്യം നൽകിയിരിക്കുന്നത്. എന്തായാലും രണ്ട് ജാമ്യവ്യവസ്ഥകൾ വച്ചിരിക്കുന്നത്, വേടന് പുറത്തു പോകാൻ പാടില്ല, വിദേശത്ത് പോകാൻ പാടില്ല, തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല, ഇവിടെ തന്നെ തുടരണം, അല്ലെങ്കിൽ സ്റ്റേഷൻ പരിധിയിൽ അല്ലെങ്കിൽ കോടതിയുടെ പരിധിയിൽ തന്നെ ഉണ്ടാകണം, കേരളത്തിനുള്ളിൽ തന്നെ വേടൻ കാണണം എന്ന രീതിയിലൊക്കെയാണ്. എന്തായാലും വിവാദങ്ങൾക്കിടയിലും വേടന്റെ ഒരു ഗാനം ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു റാപ്പ് സംഗീതം, മോണോലോവ എന്ന് പറയുന്ന ഒരു സംഗീതം ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ കറുത്ത രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുന്ന പല വരികളും, അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടം സമൂഹത്തിന്റെ വാക്കുകൾ മാത്രം ചർച്ച ചെയ്യുന്ന വേടന്റെ റാപ്പ് സംഗീതത്തിന് ഒരു പുതിയൊരു വഴിത്തിരിവ് തന്നെയാണ് ഇന്നത്തെ മോണോലോവ എന്നൊരു സംഗീതത്തിലും പറഞ്ഞത്. ആദ്യമായി ഒരു പ്രണയത്തിന്റെ ഭാഷയൊക്കെ ആദ്യമായി ഈ വേടന്റെ വാക്കുകളിൽ ഉയരുന്നു. ഒരു അഗ്നിപർവ്വതം എന്നൊരു മീനിങ് ആണ് ഈ മോണോലോവ എന്നൊരു വാക്കിന്റെ അർത്ഥം കൂടി. എന്തായാലും വിവാദങ്ങൾക്കിടയിലും അദ്ദേഹം രചിച്ച അല്ലെങ്കിൽ അദ്ദേഹം പുറത്തിറക്കിയ പാട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും വേടന് ഒരു ആശ്വാസമായ രീതിയിൽ ജാമ്യം ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. കാർത്തു, ശരി, റാപ്പർ വേടന് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിനോടും അതുപോലുള്ള അന്വേഷണങ്ങളോടും സഹകരിക്കുമെന്ന് തന്നെയാണ് വേടൻ അറിയിച്ചിരിക്കുന്നത്. രേണുകയാണ് വിവരങ്ങളുമായി ചേർന്നത്.